ഹലോ! ഇന്ന് ഞങ്ങളൊരു ഗാർഡൻ കാണാൻ വേണ്ടി പോവേണ്ട. നമ്മൾ ഈ തുലിപ്സിൻ്റെ ഗാർഡൻ അങ്ങനെയൊക്കെ തുലിപ്സ് അതൊക്കെ കാണാൻ പോകണില്ലേ? അതേപോലെ ഇത് സാധാ ഒരു ഗാർഡനാണ് ട്ടോ. അപ്പോൾ കുറച്ച് പൂക്കളും എല്ലാനും ഉള്ള കുറച്ച് ഗാർഡൻ കാണാമെന്ന് വിചാരിച്ച് പോവേണ്. എന്താവും എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ ഇങ്ങട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് ദേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല ദേ മഴയൊക്കെ മാറി നല്ല ഇതായിട്ടോ. ഇപ്പോൾ ഇവിടെ കാലാവസ്ഥ ഇങ്ങനെയാണ്. നോക്കി നിൽക്കാതെ മഴയായിരിക്കും, നോക്കി നിൽക്കാതെ വെയിലായിരിക്കും അങ്ങനെയൊക്കെയാണ്. മഞ്ഞ് മാത്രമില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ കാലാവസ്ഥകളും ഒരേ ദിവസം 5 മിനിറ്റ് കൂടുമ്പോൾ വന്നുകൊണ്ട് കേട്ടോ. വേണ്ട ഇവിടെയൊന്നും മഴ പെയ്തിട്ടേ ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളതിന് അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നിന്നു. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല വാട്ടർ ഫൗണ്ടൈനും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. കാറ്റെന്ന് ചോദിച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. അയ്യോ കൊടുങ്കാറ്റെന്നൊക്കെ പറയുന്ന പോലത്തെ കാറ്റായിരുന്നു. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിരുന്നു കണ്ടു. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻസിന് പൊതുവേ ഈ പൂക്കൾ ഇങ്ങനത്തെ ഗാർഡൻ ഇങ്ങനത്തെയൊക്കെ സമ്മറിൽ ഇങ്ങനത്തെയൊക്കെ പരിപാടി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ജർമ്മൻസിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഗാർഡനൊക്കെ നന്നായിട്ട് ഇൻഡോർ ഗാർഡനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ടായി വരണുള്ളൂ അങ്ങനത്തെയൊക്കെ ഒരു ഇതായിരുന്നു. എന്നാലും അത്യാവശ്യം പൂക്കളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേരാണെങ്കിൽ അതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെ അതേ നോക്കി അങ്ങനെയൊക്കെ ഇരുന്ന് പറയലായിരുന്നു. അപ്പോൾ ഒരു പൂ പറിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് തൊടാനും ഇതേ പോവും. അപ്പോൾ നമ്മൾ നോ പറഞ്ഞ് ഇടാറുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടുവന്നവൻ്റെ എവർഗ്രീനൊക്കെ ലാവൻഡർ കളറൊക്കെ ആക്കി വെച്ചേക്കണം അങ്ങനെയൊക്കെ ആയിട്ട്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. ചെയ്താലും പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സ്പേസും കൂടെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടെ സീസോലൊക്കെ കയറിയിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെറുതിനാണെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ കൂടെ ഇങ്ങനെ വരണം വെള്ളത്തിൽ കൂടെ പോകണം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു കുഞ്ഞൊരു ട്രെയിനുണ്ട്. ആ ട്രെയിനിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് ആ ട്രെയിനിൽ കയറണോട്ടെ. എന്നാലും നമ്മൾ ഇതൊക്കെ ഒരു രസമല്ലേ. നമ്മളത് ആ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. വെറുതെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് ഈ ട്രെയിനിൽ കൂടെ പോകുന്നുണ്ട്. എന്നാലും ഒരു രസം.
അപ്പോൾ ഫുഡ് പിന്നെ മുഖ്യമാണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ KFCയിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഇതൊക്കെ ഗിഫ്റ്റൊക്കെ പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ വീണ്ടും മഴയായിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴാണ് വീണ്ടും മഴ വന്നത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.